ഹായ് സാമോലെ. എനിക്ക് കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഓൾമോസ്റ്റ് ഒരു 100+ വാക്കിൻസ് പെർ ഡേ വരാറുണ്ട്. സോ ഞാൻ ആലോചിച്ചു, എനിക്ക് സെക്യൂരിറ്റീസിൻ്റെ ആവശ്യമില്ല, സിസിടിവിസ് പോരെയെന്ന്. അപ്പോൾ സാമുവലിൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇതുപോലത്തെ ഈ മാളുകളിലും ഇല്ലെങ്കിൽ എൻ്റെ ഇതുപോലത്തെ കമ്പനീസിലെല്ലാം സെക്യൂരിറ്റി ഗാർഡ് വേണോ അതോ സിസിടിവി വേണോ? സാമുവലിൻ്റെ അഭിപ്രായം എന്തായിരിക്കും? സി ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. പക്ഷേ ഞാൻ ഇതിനൊരു എക്സാമ്പിൾ വെച്ചിട്ടൊരു കാര്യം പറയാം. ശരിക്കും സംഭവിച്ച കാര്യമാണ് ഇത്. എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ ആൾക്കൊരു സ്ഥാപനമുണ്ട്. 70ഓളം കാറ് ആളുടെ ഒരു യാർഡിലുണ്ടായിരുന്നു. CCTV മാത്രം ആശ്രയിച്ചതുകൊണ്ട് അതിലൊരു 10-25 കാറ് ഒറ്റ നൈറ്റ് കൊണ്ട് അത് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. സർവീസ് മെയിൻ്റനൻസിന് എന്നുള്ള വ്യാജേന ഒരു സ്റ്റാഫാണെന്നുള്ള രീതിയിൽ ഒരാളവിടെ വന്നിട്ട് ഓരോ കാറും അവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. എല്ലാം കഴിഞ്ഞ് സംഭവങ്ങളെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഈ ഒരു സംഭവം ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആൾക്കറിയാൻ പറ്റുന്നത്. അതും ഒരുപാട് ലേറ്റായിട്ടാണ്. നേരെ മറിച്ച് അവിടെ ഒരു ഗാർഡ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി സ്റ്റാഫാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഇത് ഈ പറയുന്ന ചോദ്യത്തിന് വലിയൊരു ഉത്തമ ഉദാഹരണമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ഈ ഒരു കാര്യം വലിയൊരു കാര്യമാണ്. കാരണം ആക്ഷൻ എടുക്കാൻ ഒരിക്കലും CCTVക്ക് പറ്റില്ല. അതിനൊരു ഗാർഡ് തന്നെ വേണം. ഇപ്പോൾ നമ്മൾ സെൻസർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാർ അതൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സോണ് സ്മാർട്ടായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി സർവീസിനെ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്തിരിക്കണം. CCTV മാത്രം നിങ്ങൾ ആശ്രയിക്കരുത്. ഇതുപോലെയുള്ള വലിയ അബദ്ധങ്ങൾ നിങ്ങൾ ചെന്ന് ചാടും. അതുകൊണ്ട് നിങ്ങൾ സ്മാർട്ടായിട്ടുള്ള ഗാർഡ്സിനെയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയുമാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്മാർട്ട് സെക്യൂരിറ്റി സർവീസിനെ ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം.